വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ഏഴാം ഘട്ട ബന്ദി കൈമാറ്റത്തിൽ ചതിയുടെ മുഖം പുറത്തു കാണിച്ച് ഇസ്രായേൽ. കരാർ പ്രകാരം ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചിട്ടും ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറായില്ല. കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയത്. ഇതോടെ ഇസ്രായേൽ തടവരുടെ ക്രൂരതയിൽ നിന്ന് മോചനം പ്രതീക്ഷിച്ച 602 ഫലസ്തീൻ തടവുകാരുടെ മോചനമാണ് ഇല്ലാതായത്. കരാറുകളും നിയമങ്ങളും എന്നും ലംഘിച്ചും മാത്രം ശീലമുള്ള ഇസ്രായേലിൽ നിന്നുള്ള ഇത്തരം നടപടികൾ അപ്രതീക്ഷിതമല്ലെങ്കിലും സമാധാന ശ്രമത്തിനുമേലുള്ള വലിയ വെല്ലുവിളിയായി ഇത് മാറിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറിലെ വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ നടത്തിയതെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ശനിയാഴ്ച കരാർ പ്രകാരം 6 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ജയിലുകളിലുള്ള 602 ഫലസ്തീൻ തടവുകാരെ പുറത്തുവിടാൻ ഇസ്രായേൽ തയ്യാറായില്ല. അടുത്ത ബന്ദികളെ കൂടി വിട്ടാൽ മാത്രമേ ഇപ്പോഴുള്ളവരെ വിട്ടയക്കൂ എന്നാണ് ഇസ്രായേൽ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. അടുത്ത ബന്ദികളുടെ മോചനം ഉറപ്പാക്കുന്നവരെ ഫലസ്തീനികളുടെ മോചനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. അതായത് 8ാം ഘട്ട ബന്ദികളുടെ കൈമാറ്റം ഹമാസ് പൂർത്തിയാക്കിയാൽ മാത്രം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് 7ാം ഘട്ട കൈമാറ്റം ഉണ്ടാകൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതോടെ 8ാം ഘട്ടത്തിൽ മോചിക്കപ്പെടേണ്ടവരുടെ കാര്യവും ആശങ്കയിലാണ്. അവരെ ഇപ്പോഴുള്ളവരുടെ കൂടെ മോചിപ്പിക്കുമോ അതോ തടവിൽ തന്നെ വെക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ആകെ 602 പേരാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ടിയിരുന്നത്. ഇതിൽ 445 പേർ അടുത്തിടെ സംഘർഷം തുടങ്ങിയ ശേഷം മാത്രം അറസ്റ്റിലായവരാണ്. 60 പേർ ദീർഘകാലം തടവിനും 50 പേർ ജീവപര്യന്തം തടവിനും വിധിക്കപ്പെട്ടവരാണ്. കരാറിന്റെ ഒരു ഘട്ടത്തിലും ലംഘനങ്ങൾ നടത്താത്ത ഹമാസിനെ വിശ്വസിക്കാത്ത തരത്തിലാണ് നിലവിൽ ഇസ്രായേൽ ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ബന്ദികളെ ഏറും കരുതലോടെ സൂക്ഷിക്കുകയും അവരെ സന്തോഷത്തോടെ മോചിപ്പിക്കുകയും ചെയ്ത് ഹമാസ് ലോകത്തിൻ്റെ കയ്യടി വാങ്ങുമ്പോഴാണ് ഇത്തരമൊരു നടപടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ട ഒരു ബന്ദി ഹമാസ് പോരാളിയെ ചുംബിക്കുന്ന ദൃശ്യം ലോകം മുഴുവൻ ഇപ്പോഴും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിലുണ്ടായ ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ ഹമാസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാത്തത് വെടിനിർത്തൽ കരാറിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് വിമർശിക്കുന്നു. 7ാം ഘട്ടത്തിൽ 6 ഇസ്രായേൽ ബന്ദികളെയാണ് ഹമാസ് കൈമാറിയത്. ഇതിൽ 2 പേർ കുടുംബത്തോടൊപ്പം ചേർന്നു. ബന്ദികളെ റെഡ് ക്രോസിനാണ് ഹമാസ് കൈമാറിയത്. റെഡ് ക്രോസാണ് ബന്ദികളെ ഇസ്രായേലിന് കൈമാറുന്നത്. അതേസമയം അടുത്ത മാസം ആദ്യത്തോടെ കൈമാറ്റം കരാർ അവസാനിക്കും. വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ അർഹരായ അവസാനത്തെ ജീവനുള്ള ബന്ദികളെയാണ് ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയത്. അടുത്തയാഴ്ച 4 മൃതദേഹങ്ങൾ കൂടി കൈമാറുമെന്ന് ഹമാസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ഇസ്രായേൽ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെന്ന് വേണം നിലവിലെ നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ. അതേസമയം ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ പുതിയ കണക്കുകൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടു. 48,319 ഫലസ്തീനികളാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 1,11,749 പേർക്ക് പരുക്കേറ്റെന്നും കണക്കുകൾ പറയുന്നു.